അർജുനെ തിരഞ്ഞുള്ള തിരച്ചിൽ 10 ദിവസം കഴിഞ്ഞ് ഇന്ന് 11ാം ദിവസം തോന്നുന്നു. എന്താണ് പോയത്, എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ചന്ദ്രനിലേക്ക് സാറ്റലൈറ്റ് അയക്കുന്നു, സൂര്യനിലേക്ക് സാറ്റലൈറ്റ് അയക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. വേൾഡിൽ 5ാമത്തെ ഭയങ്കര എക്കോണമിയാണ്. ഗ്രേറ്റ് ബ്രിട്ടനെ പിന്തള്ളി. അന്നേരമാണ് ഗ്രേറ്റ് ബ്രിട്ടനിലെ ഒരു മന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ രാഷ്ട്രീയക്കാർക്ക് കക്കൂസ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അവന്മാരാണോ മറ്റേ ചന്ദ്രനിലേക്ക് ഈ സംഭവം അയക്കുന്നത്, അതായതാന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ഉണ്ടായി. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പേ, അല്ല ഒരു 6 മാസം മുമ്പേ അതൊരു വലിയ വിവാദമായിരുന്നു. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥിതിയിലാണ് ഈ ഒരു സംഭവം. അർജുൻ അവൻ്റെ ലോറി താന്നുപോയി, ലോറിയെ കാണാനില്ല. ഇപ്പോൾ ഒരു കൂട്ടം ആൾ പറയുന്നത് എന്ന് വെച്ചാൽ ലോറി വെള്ളത്തിൻ്റെ അടിയിൽ പോയി കാണും, മറ്റവർ പറയുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടിയിലാണ്. അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞത് ഫോൺ 2 പ്രാവശ്യം റിങ് ചെയ്തു, 3 പ്രാവശ്യം റിങ് ചെയ്തു എന്നാണ്. ബെൻസിൻ്റെ ആൾക്കാർ പറഞ്ഞു GPS ഓണാണ്. വീട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതല്ല. വീട്ടുകാർ പറഞ്ഞത് ഫോൺ റിങ് അടിച്ചു, 2 പ്രാവശ്യം റിങ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒരാൾ വന്നു, നമ്മുടെ ഇസ്രയേൽ എന്ന പേരുള്ള ഒരുത്തൻ. ഇസ്രയേൽ എന്ന പേര് ഈ അടുത്ത് വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെ ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് താഴെയായിരിക്കും, ഇത് മണ്ണിൻ്റെ അടിയിലായിരിക്കും, അതാണ് ഇതാണ്, ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് റവന്യൂ മന്ത്രി വന്നു, ഒരുപാട് ആൾക്കാർ, സൈന്യം വന്നു, നേവി വന്നു, എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷേ എന്നാലും ഇപ്പോഴും ഇന്നലെ എന്തോ സാറ്റലൈറ്റ് ഇമേജ് ISRO കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ തടി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് കണ്ടു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നമുക്കൊരാൾ കാണാതെ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ. ഇത് വെച്ച് ന്യൂസാക്കി ഇപ്പോൾ മറ്റേ ഇസ്രയേൽ എന്ന് പറയുന്നവനെ ഇട്ട് ഇന്നലെ വെളുപ്പിക്കുന്നുണ്ടായിരുന്നു. മറ്റേ ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ ടി വി ഭയങ്കര വിവാദമാക്കി. SP എന്തുകൊണ്ട് ഇവിടെ കാണുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളൊന്നും വരുന്നില്ല? അവർക്കറിയാം, അവരപ്പുറത്ത് കുറേ ആൾക്കാർ കാണാനായിട്ടുണ്ട്, അക്കരയിൽ ഈ സൈഡിൽ കുറേ ആൾക്കാർ വേറെ അല്ലാതെ കാണാതായിട്ടുണ്ട്. അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത്രയ്ക്കും തിരയാൻ കാരണം എന്ന് പറഞ്ഞാൽ മീഡിയ ഹൈപ്പാണ്. അപ്പോൾ മീഡിയ ഹൈപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഈ അർജുനും ഒന്നുമില്ലാതെ ഒരാളെ കാണാനില്ല എന്നും പറഞ്ഞൊരു ന്യൂസായിട്ട് പോയേനെ. അതാണേലും ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ ആരൊക്കെ അതിനകത്ത് എതിര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അർജുനന് മാത്രമാണ് തിരയുന്നത്. മറ്റേ കുറേ വണ്ടികൾ അവിടെ കാണാതായിട്ടുണ്ട്, കുറേ ലോറികൾ കാണാതായിട്ടുണ്ട്, ഒരു കാറ് കാണാതായിട്ടുണ്ട്, പിന്നെ 2 ടാങ്കർ ലോറി ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ വീടൊക്കെ വലിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും ആകെ കൂടെ അർജുനെ മാത്രമാണ് തിരയുന്നത്. അർജുനെ തിരയുന്നത് നല്ല കാര്യമാണ്, ഞാൻ അതിൽ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു റിസൾട്ട് ഉണ്ടായില്ലല്ലോ. ഓരോരുത്തർ ഓരോന്ന് പറയാണ്, ഇത് കരയിലായിരിക്കും, അല്ല ഇത് വെള്ളത്തിലായിരിക്കും, അല്ല ഫോൺ അടിക്കുന്നുണ്ട്, അല്ല GPS കണ്ടു. കുറ്റം പറയാൻ എളുപ്പമാണ്. എന്തൊരു കാര്യത്തെക്കുറിച്ചും ചുമ്മാതെ കിട്ടിയില്ലല്ലോ, വന്നില്ലല്ലോ, പോയില്ലല്ലോ എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അവിടെ പോയി മഴയിലും വെള്ളത്തിലും ഇറങ്ങിയുള്ള തെരച്ചിലുണ്ടല്ലോ, ഈ ചെളിയിലും ഒക്കെ ഇറങ്ങിയിട്ടുള്ള തെരച്ചിലിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ചുമ്മാതെ തള്ളിക്കളയാൻ പറ്റില്ല. അത് മീഡിയ ഹൈപ്പ് കാരണമാണോ ഈ തെരച്ചിൽ, അല്ലെങ്കിൽ സത്യത്തിൽ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് നമ്മൾ നോക്കാനുള്ളത്. മീഡിയാസ് അവരുടെ വീഡിയോ വിറ്റ് പോകാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കൂകി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ കിട്ടി, ഇതങ്ങനെ കിട്ടി, ഇവിടെ അങ്ങനെ കിട്ടി. ഓരോ വീഡിയോയും നോക്കുമ്പോൾ റിപ്പോർട്ടർ TVയും അവരൊക്കെ ലൈവൊക്കെ ചെയ്യുന്നുണ്ട്. ലൈവിലൊക്കെ എടുത്ത് ഇത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാൻ കാരണം റീച്ചുണ്ട്. റീച്ചില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ആണെങ്കിലും അർജുനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. പയ്യൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. 10 ദിവസം കഴിഞ്ഞു. വെള്ളത്തിൻ്റെ അടിയിലാണ് ഇപ്പോൾ ലോറി ഉള്ളതെന്നാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്ന ന്യൂസ്. എന്നാണേലും കിട്ടത്തില്ല എന്നാണ് തോന്നുന്നത്. കിട്ടിയാൽ നല്ലതായിരുന്നു. പക്ഷേ റെസ്റ്റ് ഇൻ പീസ് എന്നേ പറയാനുള്ളൂ പയ്യനെക്കുറിച്ച്. പാവം, ഒരു റോങ് ടൈം, റോങ് പ്ലേസ്, ഒരു തെറ്റായ സ്ഥലത്ത് അവൻ പെട്ടുപോയി. അതാണ് സംഭവിച്ചത് അവൻ്റെ ജീവിതത്തിൽ.